അല്ല മൈക്ക് ടെസ്റ്റിംഗ്. നമുക്ക് ആൻസിസ് പഠിക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം. അത് എവിടെ പോയിട്ട് വർക്ക് ബെഞ്ച് അടിക്കുക, 2 ക്ലിക്ക് അടിക്കുക, തുറന്നു വരും. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുക്കുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സാധനം തുറന്നു വന്ന ഫയലെടുക്കുക, ന്യൂ എടുക്കുക, എന്തോന്നാലും ന്യൂ എടുത്ത് വയ്ക്കുക. നമുക്കിതിൽ കൂടി ചെയ്യാനുള്ളത് സ്റ്റാറ്റിക് സ്ട്രക്ചർ അല്ലാണ്ട് സാധനമാണ്. അപ്പോൾ തുറന്നു വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതിലിപ്പോൾ സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ എടുത്ത് വലിച്ച് ഇവിടെ കൊണ്ടിടുക. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടി വരും. ഈ പെട്ടിയിൽ എഞ്ചിനീയറിംഗ് ഡാറ്റ ഓൾറെഡി ടിക്കഡാണ്, അപ്പോൾ അതൊന്നും ചെയ്യണ്ട. പിന്നെ ജോമെട്രി ഡാറ്റയിൽ മുക്കിൽ പോയിട്ട് തൊടുക. മുക്കിലല്ല തൊടണ്ട, ക്വസ്റ്റ്യൻ മാർക്കിൽ റൈറ്റ് ക്ലിക്ക് നമുക്ക് ഡിസൈൻ മോഡൽ ജോമെട്രി എടുക്കുക. വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്ലെയിൻ, ഫസ്റ്റ് പ്ലെയിൻ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സെഡ് ഉണ്ടല്ലോ, സെഡിൽ പോയി നമുക്ക് അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് വരയ്ക്കണമെങ്കിൽ ഈ അടിയിൽ സ്കെച്ചിങ് എന്നിട്ട് എടുത്ത് വിടുക. അപ്പോൾ നമുക്കിത് കിട്ടും. നമ്മളാദ്യം ഇന്നത്തെ ഇത് നോക്കാൻ പോകുന്ന റെക്റ്റാങ്കിൾ ബാറിൻ്റെ ഒരു സാധനമാണ്. റെക്റ്റാങ്കിൾ എടുക്കുക, ഇവിടെ തൊടുക, ചുമ്മാ വരച്ചില്ലേ. വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഡയമെൻഷൻ കൊടുക്കണം. ഡയമെൻഷൻ കൊടുക്കണമെങ്കിൽ അടിയിൽ ഡയമെൻഷൻ ഉണ്ട്, അതിൽ തൊട്ടിട്ട് ഇവിടെ ജനറലാണ് കിടക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇത് തൊടുക, വെറുതെ പൊക്കുക, തൊട്ടു, വീണ്ടും തൊടുക, പൊക്കുക, വലിച്ചിട്ടു. അപ്പോൾ ഡയമെൻഷനായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇപ്പോൾ ഡയമെൻഷൻ കൊടുത്തോണ്ട് ഇവിടെ നമുക്ക് എത്ര ഇത് കിട്ടും കാണാം. മീറ്ററിലാണ് കാണാം. ഈ മീറ്ററിന് നമ്മൾ യൂണിറ്റിൽ പോയിട്ട്, ഇവിടെയാണ് യൂണിറ്റിൽ പോയിട്ട് ആക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ മാറ്റം വന്നു. ഓക്കെ, അത് ഇവിടെ. എന്നിട്ട് ഡയമെൻഷൻ്റെ താഴെ പോയിട്ട് അതും എസ്കേപ്പ് അടിച്ച് കളഞ്ഞ് 100 ആക്കുക. ഇതും എസ്കേപ്പ് അടിച്ച് കളഞ്ഞ് ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞ് 100 ആക്കുക. എന്നിട്ടൊന്നും ചെയ്യേണ്ട, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സാധനം പോയിട്ടൊന്നുമില്ല, സാധനം ചെറുതായ. അപ്പോൾ സ്ക്രോൾ ചെയ്തൊന്ന് വലുതാക്കിയാൽ മതി. അയ്യോ, ഇതെന്താ തല തിരിഞ്ഞു പോയി? ഇവിടെ തല തിരിഞ്ഞടാ. ശരി, അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തല്ലോ. തലേന്ന് പോയാലും കുഴപ്പമില്ല, സെൻറ്ററിൽ നിന്ന് എടുക്കാത്തതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്. ഇതെന്താന്ന് പറയാം, ആവശ്യമില്ല സാധനം പറഞ്ഞു. ഇതാണ് സംഭവം. 1 2 3 4 വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. നേരത്തെ എടുത്ത പോലെ തന്നെ റെക്റ്റാങ്കിൾ എടുക്കുക, നടുവിൽ കുത്തുക, വരയ്ക്കുക, എന്നിട്ട് ഡയമെൻഷൻ കൊടുക്കുക, ജനറൽ വലിച്ചിടുക, എന്നിട്ടിവിടെ ആക്കിയിട്ടുണ്ടല്ലോ 100 കൊടുക്കുക,
ഇവിടെയും 100 കൊടുക്കുക. 100. അപ്പോൾ ഒരു പെട്ടി കിട്ടി, കറക്റ്റായി പെട്ടി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടതില്ല. അടുത്തന്നെ 3D ആക്കണം. 3D ആക്കണമെങ്കിൽ എന്താ ക്രിയേറ്റ് അതിനെ എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഫുള്ള് പ്ലെയിൻ സെലക്ട് ചെയ്യണം. ഫുള്ള് പ്ലെയിൻ സെലക്ട് ചെയ്യേണ്ട സാധനമുണ്ട്. അതെവിടെയാണ് കൊടുക്കുന്നത്? ഈ സാധനം തൊട്ടാൽ മതി. അല്ല, ഈ സാധനമല്ല, സോറി, വെയിറ്റ്. ബോക്സ് സെലക്ട്. ഇതാണ് സിംഗിൾ സെലക്റ്റും ബോക്സ് സെലക്റ്റും. ബോക്സ് സെലക്ട് എടുക്കുക, ഫുള്ളായി തൊടുക. ക്രിയേറ്റ് എക്സ്ട്രൂഡ് ആണല്ലോ. എക്സ്ട്രൂഡ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവിടെ ഡെപ്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊരു 500 കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ആദ്യം ബോക്സിൽ നിന്ന് ഈ സാധനം എടുത്തിട്ട് ബോക്സ് സെലക്ട് എടുത്തിട്ട് ഇത് ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റിൽ പോയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇത് വരും ഡെപ്തിൻ്റെ. അത് ഡെപ്ത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ജനറേറ്റ് അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, കൊടുക്കുക. എന്നിട്ട് മൗസ് ബട്ടൺ നോക്കി വെച്ചാൽ ഇതായി, എക്സ്ട്രൂഡായി. ഒന്ന് സ്മൂട്ടാക്കിയാൽ ചെറുതായി. അതായില്ലേ, 3D ആയി. 3Dന് ശേഷം 3D ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുക. അതോടെ ബസ്. അടുത്തത് അപ്പോൾ ഇത് ടിക്കായി. അടുത്തത് മോഡലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ്. വരുന്ന കാണാനില്ലല്ലോ, ഇപ്പോൾ വരും കേട്ടോ. വെയിറ്റ് ചെയ്യണം. ഗായ്സ്, ഇപ്പോൾ വരും. ഭയങ്കര ചൂടാണ് കേട്ടോ. എവിടെ എൻ്റെ സാധനം കാണാനില്ലല്ലോ. ഓടി വെയിറ്റ് ചെയ്യാം. വരും. സാധനം വന്നു. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ മെഷീനാണ്. മെഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ കട്ട സാധനം. അതിന് നമ്മളിവിടെ മെഷ് സാധനം വേണ്ട, ഇവിടെ അത് അമുക്കണം. എന്നിട്ട് ഇൻസേർട്ട് മെഷ് കൊടുക്കുക. നമുക്ക് ഫുള്ള് ഈ സാധനം വേണ്ട. ഇത് ഒരു ഫേസ് ആയിട്ട് സെലക്ട് ചെയ്യും, ഇത് ഫേസ് ആയിട്ട് സെലക്ട് ചെയ്യും, ഇതൊരു പോയിൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ നിനക്കൊരു ഫേസ് വേണമെങ്കിൽ ഈ ഒരു ഫേസിൽ തൊട്ടാൽ മതി. വേണ്ട, ഇപ്പോൾ ഒരു ഫേസ് സെലക്ട് ആയില്ലേ. ഫുള്ളായി വേണമെങ്കിൽ ഇത് ഫുള്ളായി തൊട്ട്. ഓക്കെ. എന്നിട്ട് മെഷിൻ്റെ ഇത് കൊടുക്കുക, മെഷ് അപ്ഡേറ്റ്. കണ്ട, അപ്പോൾ മെഷായി. സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല, അതൊന്നും. ചുമ്മാ ആദ്യം ഫുള്ളായി സെലക്ട് ചെയ്യുക, മെഷ് കൊടുക്കുക, അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ബൈ ചാൻസ് നിനക്ക് ഇങ്ങനെ വന്നില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് എടുക്കുക, ഇൻസേർട്ടിൽ പോവുക, സൈസിങ് കൊടുക്കുക. സൈസിങ്ങിൽ ജോമെട്രി സെലക്ഷൻ കൊടുക്കണം. അപ്പോൾ ഫുൾ എടുക്കുക, ഫുള്ളായി സെലക്ട് ചെയ്യുക, എലമെൻറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇത് എലമെൻറ്റ് സെറ്റായി. പിന്നെ സൈസ് 0.25. ഓക്കെ, കൊടുത്തു, എൻ്റർ അടിച്ചു, അപ്ഡേറ്റ് കൊടുത്തു. അപ്ഡേറ്റ് കൊടുത്തപ്പോൾ നിനക്ക് എന്താ വന്നേ? മെഷ് വേണ്ട, 2 പീസായി. 0.2 എന്ന് പറഞ്ഞപ്പോൾ 2 പീസായി. അപ്പോൾ നിനക്ക് ആ സൈസ് വേണ്ട.
പുതിയത് കൊടുത്തത് ബോഡി സൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ളതിലാണല്ലോ. അപ്പോൾ അതിനെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം, ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ പഴയ സാധനം വരും, പഴയതൊന്നുമില്ല. അത് ഓക്കെ. മെഷാണ് അടുത്തത് നമുക്ക് വേണ്ടത്. സ്റ്റാറ്റിക് സ്ട്രക്ചറാണ് ഇവിടെ. അതിലിടും. ഇതിൽ ആദ്യം ഒരു സൈഡിൽ ലോഡ് കൊടുക്കുക. ഇവിടെ ലോഡുണ്ട്, ഇവിടെ ഫോഴ്സ് ഉണ്ട്. അല്ല, ഫിക്സഡ് സപ്പോർട്ട് കൊടുക്കണ്ട. ആദ്യം ഒരു സൈഡിൽ ഫിക്സഡ് സപ്പോർട്ട് കൊടുക്കുക. ഫിക്സഡിൽ ഇടുക, ഇതിൽ ചൂടുക. അപ്പോൾ ഫിക്സഡ് സപ്പോർട്ടായി. ഇവിടെ കണ്ട ഫിക്സഡ് സപ്പോർട്ട് വന്നു, അതായി. അടുത്തത് ഇവിടെ ഒരു ലോഡ് കൊടുക്കണം. അപ്പോൾ ലോഡിൽ പോയി ഈ മുകളിൽ കൊടുക്കണോണ്ട് അത് പ്രഷറാണ്, ഫോഴ്സ് അല്ല. അപ്പം പ്രഷർ കൊടുക്കുക, ഇവിടെ തൊടുക, ഇവിടെ തൊടുക. എന്നിട്ട് തൊട്ട് നോക്കുമ്പോൾ പ്രഷർ വന്നു ഇവിടെ. നിനക്കിവിടെ തൊട്ട് നോക്കി എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അല്ലടാ, പ്രഷറായിട്ടില്ലല്ലോ. അതാ പ്രഷറായിട്ടില്ല ഗൈസ്, പ്രഷറായിട്ടില്ല. ഫിക്സഡ് സപ്പോർട്ടും ആയിട്ടില്ല ഗൈസ്. അങ്ങനെയാണല്ലേ. അപ്പോൾ ചെയ്ത് അതിനോട്ട് കാണിച്ചു തരാം. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു, ഇങ്ങനെ വീണ്ടും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിനോട്ട് സ്റ്റാറ്റിക് സ്ട്രക്ചർ എടുക്കുക. നമുക്ക് ആദ്യം ഒരു ഫിക്സഡ് സപ്പോർട്ടാണ് വേണ്ടത്. ഫിക്സഡ് എടുക്കുക, ഫേസ് സെലക്ട് ചെയ്യുക, തൊടുക. എന്നിട്ട് ഇതിവിടെ അപ്ലൈ എന്നൊരു സാധനമുണ്ട്, അപ്ലൈ കൊടുക്കുക. അപ്പം നീല കളറിൽ ഇത് ഫിക്സഡായി, ഫിക്സഡ് സപ്പോർട്ടാണ്. അതിന് ശേഷം നമുക്ക് മുകളിലൊരു പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുക്കണമെങ്കിൽ പ്രഷർ കൊടുക്കുക, ഫേസ് സെലക്ട് ചെയ്യുക. എന്താ നിനക്ക് ഇവിടെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം എത്ര പാസ്കൽ, ഒരു 1000 പ്രഷർ, 1000 കൊടുക്കുക. 1000 കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രഷർ 1000 PA. കണ്ട പ്രഷർ താഴോട്ടാണ് വരുന്നത്. നിനക്കിവിടെ തൊട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ വന്നതെന്നറിയാം. ഇതിവിടെ ഒരു ലോഡ്, ഇവിടെ ഒരു പ്രഷർ. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു ക്യാൻഡിലിവർ ബീം വരയ്ക്കാൻ പോയി, അതുകൊണ്ട് വരയ്ക്കണില്ലല്ലോ. വൃത്തിയായിട്ട സാധനം കളിക്കല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ലോഡുമായി, സപ്പോർട്ടുമായി, ഇവിടെ ഒരു പ്രഷറുമായി. ഈ സൈഡിൽ നമുക്കൊരു പ്രഷർ കൂടി കൊടുക്കാം. ഇവിടെ പ്രഷറല്ല, ഫോഴ്സ്. ലോഡ് എന്ന് പറയുക. ലോഡ് തൊട്ടിട്ട് നമുക്ക് ഡയറക്ഷൻ കൊടുക്കണമല്ലോ. ഇതാ ലുക്ക് ടു ഡിഫൈൻ ഡയറക്ഷൻ. ലോഡ് എങ്ങോട്ടാന്ന് നോക്കണ്ടേ. അപ്പോൾ എനിക്ക് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ മുകളിലോട്ട് കാട്ടും, ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ താഴോട്ട് കിട്ടും. താഴോട്ടേക്കാണ്. ഇവിടെ ഫോഴ്സ് ഫിക്സഡ്, ഇവിടെ മുകളിൽ നിന്നൊരു പ്രഷർ, ഈ സൈഡിൽ നിന്നൊരു പ്രഷർ. അപ്പോൾ ഇങ്ങനെ വളയാം. അപ്പോൾ അതായി. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. ഇതിൻ്റെ ഫോഴ്സും കൂടി ഒരു 500 കൊടുത്തോ, അടുത്തിരിക്കട്ടെ. 500 ആയില്ലേ? ആയിട്ടില്ല. ഫോഴ്സ് സെലക്ട് ചെയ്തിട്ടില്ല, അപ്ലൈ കൊടുക്കുക. അപ്പോഴാണ് ആയത്. ഇവിടെ അപ്ലൈ കൊടുത്താലാണ്, ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ കൊടുത്താലാണ് അത് കറക്റ്റായിട്ട് ആവുള്ളൂ. അപ്പോൾ നിനക്ക് ജമ്പ് കിട്ടി. ഇവിടെ ഒന്ന് ചെറുതായി തൊട്ടാൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാം. ഒരു ഫിക്സഡ് സപ്പോർട്ടായി, ഒരു പ്രഷറിൻ്റെതായി, ഒരു വോയിസ് ഇവിടേക്ക് താഴേക്ക്. ഫിക്സഡ് ഇവിടെ, പ്രഷർ താഴേക്ക്, ഒരു വോയിസ് താഴേക്ക്. അതിന് കഴിഞ്ഞാൽ എന്തൊട്ടാ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ടിക്കാണ്. അത് കഴിഞ്ഞ് സൊല്യൂഷനിൽ പോവാം. സൊല്യൂഷനിൽ നിനക്ക് ഇതിൻ്റെ ആദ്യത്തെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ ആദ്യത്തെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ ആദ്യത്തെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണ് സാധനം വരും സെലക്ട് ചെയ്ത്. എന്നിട്ട് സോൾവ് ഇടുക.
ആയിക്കൊണ്ടിരിക്കുന്നു. പാവം സെറ്റ്. ഇതാണ് സംഭവം. ഇങ്ങനെ ഓരോന്നിൻ്റെ ഓരോന്ന് കാണിച്ചില്ല. ടോട്ടൽ ഡിഫോർമേഷൻ ഇങ്ങനെ കിട്ടും. ഇക്വലൻ്റ് ഇലാസ്റ്റിക് ഇങ്ങനെ കിട്ടും. ഇക്വലൻ്റ് സ്ട്രെസ് ഇങ്ങനെ കിട്ടും. മാക്സിമം ഇങ്ങനെ കിട്ടും. ഇതൊക്കെ എന്താണെന്നറിയില്ല, അതൊക്കെ കിട്ടും. കിട്ടിയില്ലേ? അതിന് ശേഷം ഇതിപ്പോൾ നീ ഒരു സൈഡ് ഫിക്സഡ് അല്ല അവിടുത്തെ, ഈ സൈഡിൽ ഫോഴ്സ് ഇല്ല അവിടുത്തെ. അപ്പോൾ സ്ട്രാക്ചർ സ്ട്രക്ചറിൽ പോയിട്ട് ഈ ഇവിടെയും ഫിക്സഡ് ആക്കുക, ഇവിടെയും ഫിക്സഡ് ആക്കുക. ഓക്കെ, ഇവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ ഈ ഫോഴ്സിനെ മാറ്റി നമുക്ക് ഇവിടെ ഫിക്സഡ് ആക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ കൊടുത്ത ഫോഴ്സിനെ എടുത്ത് ഡിലീറ്റ് ചെയ്യാം. യെസ്. എന്നിട്ട് ആ സൈഡിൽ ഇവിടുത്തൂടെ ഇപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വരും. എന്താ ഇവിടെ കൊണ്ട് ഫിക്സഡ് ആക്കണം. ഫിക്സഡ് സെലക്ട് ചെയ്യുക, അപ്ലൈ ഇടുക. അപ്പോൾ ഇവിടെ നീലയായി, ഇവിടെ നീലയായി. മുകളിൽ പ്രഷർ കൊടുക്കുന്നില്ല, ഇരുന്നില്ല. ഓക്കെ, ഇവിടെ നിന്ന് പ്രഷർ കൊടുക്കണം. അപ്പോൾ താഴ്ന്ന് ഇങ്ങനെ ബെൻഡും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ സോൾവ് കൊടുക്കുക. സോൾവ് ആയി കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോയി സാധനം. മനസ്സിലായില്ലേ? ഇവിടെ ഫിക്സ്, ഇവിടെ ഫിക്സ്, ഇവിടെ നിന്ന് ഫോഴ്സ്. അപ്പോൾ ഇവിടെ ബെൻഡാവും. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, അത്രേ ഉള്ളൂ ഗൈസ്. കഴിഞ്ഞു ഗൈസ്. ക്ലോസ് ചെയ്ത് ക്ലാസ് സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. കണ്ട എല്ലാം ടിക്ക്. കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. ഇതെന്തൊട്ടാ വേണ്ട. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ.